സർക്കാരിനോടൊപ്പം പാലാ ബ്രില്യൻറ്റ് എന്ന ഈ മുദ്രാവാക്യം ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കും. ജനമനസിൻ അധിപതി നീവാ, പുതുയുഗമായി പുലരൊളി പോൽ വാ. ജയ് ഹിന്ദ്. ഒരു ജനത വന്നേ ഈ നാടിനു പെരുമ. ലഹരിക്കെതിരെ അതിശക്തമായ തരംഗം സൃഷ്ടിക്കാൻ, കേരളത്തെ ലഹരിമുക്തമാക്കാൻ ചരിത്രപ്രസിദ്ധമായ തൂഫാൻ പദ്ധതിക്ക് തുടക്കമിടാൻ പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്ക് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അടക്കം മന്ത്രിമാരുടെയും MLA മാരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും പ്രൗഢഗംഭീരമായ കടന്നുവരവ്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും പ്രിയ നേതാവുമായ ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയെ ബ്രില്യൻ ഡയറക്ടർമാരിൽ ഒരാളായ ജോർജ് തോമസ് സാർ ഏറെ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു. കുട്ടും മേളവും ഒപ്പം ആയിരക്കണക്കിന് കുട്ടികളും നിറഞ്ഞ ബ്രില്യൻ ക്യാമ്പസിന്റെ നടുമുറ്റത്തേക്ക് അതോടൊപ്പം പാലാ MLA ശ്രീ മാണി സി കാപ്പൻ, ജലവിഭവ ഭവന വികസന മന്ത്രി ശ്രീ മോൻസ് ജോസഫ്, ഏറ്റുമാനൂർ MLA നാട്ടകം സുരേഷ്, മറ്റ് പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരും പതാക ഉയർത്തുന്ന വേദിയിലേക്ക്. കുട്ടികളുടെ അതേ വൈബിൽ നിറഞ്ഞ ചിരിയോടെ ഏവർക്കും ഹൈഫൈവുകൾ നൽകി ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ക്യാമ്പസിലേക്ക് കടന്നു വന്നപ്പോൾ വിദ്യാർത്ഥികളിലുണ്ടായ സന്തോഷം അത്രമേൽ വലുതാണ്. ബ്രില്യൻ ഡയറക്ടർമാർ, വന്ധ്യരായ ജനപ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നാടിന് നന്മയുടെ സന്ദേശം പകരുന്ന തൂഫാന്റെ ഫ്ലാഗ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വാനിലുയർത്തി. തൂഫാന്റെ ആവേശകരമായ ഫ്ലാഗ് ഓഫിന് തൊട്ടു പിന്നാലെ ശാസ്ത്രലോകത്ത് പുതിയ തരംഗം സൃഷ്ടിക്കാൻ ബ്രില്യന്റും മലയാള മനോരമയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡിന്റെ ഔദ്യോഗിക ലോഗോ പ്രകാശനം നിർവഹിക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ മനോരമയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ബ്രില്യൻ ഡയറക്ടർമാരും ചേർന്ന് ലോഗോ അനാച്ഛാദനം ചെയ്തപ്പോൾ കൈയടികളോടെയാണ് വിദ്യാർത്ഥികൾ അതിനെ വരവേറ്റത്. ഇന്ന് കേരളത്തെ വിഴുങ്ങാൻ നോക്കുന്ന ലഹരി മാഫിയക്കെതിരെ ബഹുമാനപ്പെട്ട മന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച യുദ്ധമാണ് ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്. കേവലം ഒരു പോലീസ് നടപടിയായല്ല, മറിച്ച് ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത ഒരു ജനകീയ മുന്നേറ്റമായി ഈ പദ്ധതി ഇതിനോടകം മാറിക്കഴിഞ്ഞു. 10,000-കണക്കിന് കേസുകളും അറസ്റ്റുകളുമായി ലഹരിയുടെ വേരെറുക്കാൻ ഈ പദ്ധതിക്ക് സാധിക്കുന്നു. കേരളത്തിന്റെ അതിർത്തികൾ കടന്ന് അയൽ സംസ്ഥാനങ്ങളുടെ പോലും പിന്തുണയോടെ ദക്ഷിണേന്ത്യയിലാകെ ലഹരിക്കെതിരെ ഒരു കൊടുങ്കാറ്റായി തൂഫാൻ മാറുമ്പോൾ അത് ഈ ആഭ്യന്തരമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയമാണ്. ക്രോധവഴിയേറും രണമുഖം പടവെട്ടും ഈ ജനബലം, മെയ്യൊരുക്കാം കൈയുയർത്താം നാം ഓരോ നാളും. ബ്രില്യന്റിലെ ഓരോ വിദ്യാർത്ഥിയെയും സ്റ്റാഫ് അംഗങ്ങളെയും ലഹരിക്കെതിരായ പോരാട്ടത്തിലെ വീരന്മാരാക്കി, അതായത് തൂഫാൻ വാരിയേഴ്സ് ആക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ ഭരണാധികാരികളും പോലീസ് സംവിധാനവും ബ്രില്യന്റിൽ ഒത്തുചേർന്നിരിക്കുന്നത്. ചടങ്ങിലേക്ക് എത്തിയ വിശിഷ്ട വ്യക്തികൾക്ക് സ്നേഹത്തോടെ ബ്രില്യൻ ഡയറക്ടർമാരിൽ ഒരാളായ സ്റ്റീഫൻ ജോസഫ് സാർ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് അധ്യക്ഷ പ്രസംഗത്തിനായി പാലാ MLA ശ്രീ മാണി സി കാപ്പൻ വേദിയിലെത്തി സംസാരിച്ചു. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മാനവശേഷിയാണ്. ആ ശേഷിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചിത്രശക്തികളെ പാടെ തുടച്ചെറിയുമെന്ന തീരുമാനവുമായി മുൻപോട്ട് ഇറങ്ങിയ തൂഫാൻ എന്ന
പേരിൽ ഈ ആളുകളെ മുമ്പോട്ട് സംഘടിപ്പിച്ച കേരള പോലീസിനെ മുമ്പോട്ടിറക്കിയ ശ്രീ രമേശ് ചെന്നിത്തലയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിന് നല്ലൊരു കൈകൊടി കിട്ടും. ജനമനസിൻ അധിപതി നീവാ, പുതുയുഗമായി പുലരൊളി പോൽ വാ, കാത്തിരുന്നൊരു ജനത വന്നേ ഈ നാടിനു പെരുമ. വേദിയിലേക്ക് എത്തിയ പ്രിയ നേതാവ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയെ ബ്രില്യൻ ഡയറക്ടർമാർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് ഏവരും കാത്തിരുന്ന ആ നിമിഷമെത്തി. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഗാംഭീര്യമാർന്ന പ്രസംഗം ലഹരി എന്ന വില്ലനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പിഴുതെറിയാൻ യുവതലമുറ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. സർക്കാരിനോടൊപ്പം പാലാ ബ്രില്യൻസ് എന്ന ഈ മുദ്രാവാക്യം ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ MDMA കഴിച്ചാൽ, ഹൈബ്രിഡ് ഗഞ്ച കഴിച്ചാൽ നിങ്ങൾക്ക് ഇത് വീണ്ടും കഴിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി മരവിക്കും, ശക്തി ക്ഷയിക്കും, ശാരീരികമായ ദുർബലാവസ്ഥ ഉണ്ടാകും, പിന്നീട് ഇതില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇത് അപകടകരമായ ഒന്നാണ്. ഞാൻ ഈ പാലായി ബ്രില്യന്റിൽ നിങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു, കേരളത്തിൽ ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെ പോലീസ് അതിശക്തമായ ഈ ദൗത്യവുമായി തന്നെ മുന്നോട്ട് പോകും. നമ്മുടെ യുവത്വത്തെ നമുക്കൊരിക്കലും ലഹരി മാഫിയയുടെ ദയാദാക്ഷിണ്യത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഈ ബ്രില്യന്റിൽ വന്ന് ബ്രില്യന്റായി പഠിച്ച് ബ്രില്യന്റായി വിജയം കൊയ്യെടുക്കാൻ വേണ്ടി കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ബ്രില്യന്റായ സ്റ്റുഡൻസ് ആണ് നിങ്ങൾ ഓരോരുത്തരും. യെസ് എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ നോ എന്ന് പറയാൻ വലിയ പാടാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം, എനിക്ക് ലഹരി ആരെങ്കിലും തന്നാൽ അത് ഞാൻ നോ പറയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം, ആത്മബലം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ബഹുമാനപ്പെട്ട മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഏവരും ഒന്നടങ്കം ലഹരി ഉപയോഗിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുന്ന ഈ ലഹരിക്കെതിരായിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തുഫാൻ പദ്ധതിയിൽ ഞാൻ പങ്കുചേരുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. ശേഷം വിദ്യാർത്ഥികൾക്കും ഡയറക്ടർമാർക്കും ബഹുമാനപ്പെട്ട മന്ത്രി രമേശ് ചെന്നിത്തല തൂഫാൻ ബാഡ്ജ് അണിയിച്ചു കൊടുക്കുന്നു. ഏകതാ വേദാന്തം തേജോമയം സംനാദം തോടനാവോ ഘേര കംസേ നഹോ സംജാതാ ഏതതപയനം ധർമ്മ സമുദയം പ്രാണാധിക मंत्रम आग तो हमरे राह से हट रे सारे संसारे प्रहरम तुडरे ज्वालनियतम रुधिरम चिदरे मोक्षमेवं प्रहरम तुडरे ज्वालनियतम रुधिरम चिदरे मोक्षमेवं. ജലവിഭവ ഭവന വികസന മന്ത്രി ശ്രീ മോൻസ് ജോസഫ് വേദിയിൽ സംസാരിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് ഓരോ വർഷവും ഏറ്റവും കൂടുതൽ പ്രതിഭാധനരായ കുട്ടികളെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും വളർത്തിയെടുക്കുന്ന വാർത്തെടുക്കുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. നമ്മുടെ സംസ്ഥാനത്ത് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDF ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു, UDF അധികാരത്തിൽ വന്നാൽ മയക്കുമരുന്ന് സംഘങ്ങളെ അമർച്ച ചെയ്യുവാൻ, ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുവാൻ, മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കുവാൻ, കേരളത്തിലെ കുട്ടികൾക്ക് കേരളത്തിൽ തന്നെ പഠിക്കുവാൻ, പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കേരളത്തിൽ നിന്ന് തൊഴിൽ ലഭിക്കുവാൻ, ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കുവാൻ ഒക്കെ പ്രതിജ്ഞാബദ്ധമായി കേരളത്തിൽ UDF പ്രവർത്തിക്കും എന്ന വാക്ക് കൊടുത്തു. ഈ വാക്ക് പാലിച്ചുകൊണ്ടാണ്
മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ച ഏറ്റവും ശ്രദ്ധേയമായ ഓപ്പറേഷൻ തൂഫാൻ. ഈ ജ്വാലക്കരുത്താലേ എതിർത്താടുന്ന ഏറ്റുമാനൂർ MLA ബഹുമാനപ്പെട്ട ശ്രീ നാട്ടകം സുരേഷ് സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും നാളെയുടെ ഭാവിക്കും ഇങ്ങനെയുള്ള ബോധവൽക്കരണങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് തനതായ ശൈലിയിൽ ഓർമ്മിപ്പിച്ചു. എന്റെ മകളെ ഇന്ന് അവളെ ഡോക്ടറായി ജോലി ചെയ്യുന്നു. 1,38,000 രൂപ ശമ്പളം മേടിക്കുന്നു. ബ്രില്യൻ്റ് ആണ് അവളെ ഡോക്ടറാക്കി എടുത്തത്. അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നല്ല വഴിയിലേക്ക് മക്കളെ നയിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഒരു തീരുമാനമെടുക്കണം. ഇവിടെ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നത് ആവശ്യമായതുകൊണ്ടാണ്. ഒരു തീരുമാനമെടുക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാലത്തും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും, എന്തെല്ലാം പ്രലോഭനമുണ്ടായാലും എൻ്റെ ജീവിതത്തിൽ ഒരു കാലത്തും ഞാൻ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കില്ല എന്ന് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ തീരുമാനമെടുക്കണം. കോട്ടയം SP ബഹുമാനപ്പെട്ട സാബു മാത്യു നിയമം പാലിക്കുന്നതിനൊപ്പം സ്വന്തം ജീവിതം ലഹരിയിൽ നിന്ന് കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും പോലീസിന്റെ പൂർണ്ണ പിന്തുണയും ബ്രില്യന്റിന് ഉറപ്പു നൽകി. കഴിഞ്ഞ 50 ദിവസമായിട്ട് 600ഓളം കേസുകൾ നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ കണക്ക് മാത്രമാണ്. എക്സൈസിന് അതുപോലെ തന്നെ വേറെ കണക്കുകളുമുണ്ട്. പോലീസും എക്സൈസും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ കേസ് പിടിക്കുന്നതിലും യഥാർത്ഥത്തിലുള്ള പ്രതികളെ ജയിലിലാക്കുന്നതിനും ഇതിലേക്ക് പെട്ടുപോയ കുട്ടികളെയും മറ്റു ആൾക്കാരെയും മാറ്റം വരുത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ പ്രധാനമായിട്ട് 3 സ്റ്റേജുകളാണുള്ളത്. ഒന്ന് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ പ്രിവെൻഷൻ. ഈ ഒരു ആസ്പെക്റ്റ് പോലീസിനും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ചെയ്യുന്നത്. 2 അവയർനെസ്സും എക്സൈസും പോലീസും മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് സ്കൂൾ കോളേജ് തലത്തിലെല്ലാം അവയർനെസ് ക്യാമ്പയിൻ വളരെ നടക്കുന്നുണ്ട്. ജനമൈത്രി സംവിധാനം വഴി അവയർനെസ് ക്യാമ്പയിൻ നടക്കുന്നു. 3-ാമത്താണ് തൂഫാൻ കെയർ, റിഹാബിലിറ്റേഷൻ. ഇതിൽ അഫക്റ്റ് ചെയ്ത ആൾക്കാരെ നമ്മൾ ഹോസ്പിറ്റലിലാക്കി റിഹാബിലിറ്റേഷൻ സെൻ്ററിലേക്ക് എത്തിക്കുന്നു. അവിടെ ഉള്ള മാറ്റങ്ങൾ വരുത്തുന്നു. കോട്ടയം RTO ബഹുമാനപ്പെട്ട G. ജയരാജ് റോഡ് സുരക്ഷയും ലഹരിമുക്ത ജീവിതവും എങ്ങനെ ഒന്നിച്ചു പോകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആവേശകരമായ ആശംസകൾ നേർന്നു. നമ്മൾ ഓരോരുത്തരും ഇന്ന് കേരളത്തിൽ കാണുന്ന വാഹന അപകടങ്ങളെ സംബന്ധിച്ച് ഒരു പഠനം നടത്തുകയാണെങ്കിൽ പലപ്പോഴും ഉണ്ടാക്കുന്ന അപകടങ്ങളെല്ലാം ഏതെങ്കിലും ഒരു മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ അടിമയായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും ആയിരിക്കുമെന്ന് നമ്മൾക്ക് പലപ്പോഴും കണ്ടെത്താൻ സാധിക്കും. ഏകദേശം 4000-ഓളം മനുഷ്യജീവനുകൾ കേരള സംസ്ഥാനത്ത് ഒരു വർഷം ഇല്ലാതെയാവുമ്പോൾ മനുഷ്യജീവൻ 4000-ന് അടുത്ത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷത്തും മരണത്തിൻ്റെയും കാരണക്കാരായി വരുന്നത് ഏതെങ്കിലും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ അടിമയായിട്ടുള്ള ഒരു വ്യക്തിയുടെ അശ്രദ്ധമായും അലക്ഷ്യമായും അമിത വേഗതയിലും വാഹനം ഓടിച്ചത് മൂലം ഉണ്ടാകുന്ന അപകടങ്ങളാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ പടർന്നു വരുന്ന ഈ തൂഫാൻ തരംഗം നമ്മുടെ സംസ്ഥാനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാഹന അപകടങ്ങളുടെ എണ്ണം ഈ വരും വർഷങ്ങളിൽ വളരെ കുറഞ്ഞു കൊണ്ടുവരുവാൻ, വാഹനാപകട മരണങ്ങളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരുവാൻ വലിയ ഒരു സംഭവമായി മാറും എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. ഏവരുടെയും മനസ്സിൽ ലഹരിക്കെതിരെ പോരാടാനുള്ള ഉറച്ച തീരുമാനവും ആവേശവും നിറച്ചുകൊണ്ട് ഒടുവിൽ ദേശീയ ഗാനത്തോടെ ചടങ്ങുകൾക്ക് സമാപനമായി. യുവത്വത്തിന്റെ വീര്യവും ഉത്തരവാദിത്വവും ഒന്നിച്ചപ്പോൾ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്കിടയിൽ തൂഫാൻ ബോധവൽക്കരണം 100% വിജയകരമായി മാറിയിരിക്കുകയാണ്. ലഹരിക്കെതിരെ നമ്മൾ ഒന്നാണ്. തൂഫാൻ വാരിയേഴ്സ് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന തിരിച്ചറിവോടെയാണ് ക്യാമ്പസിൽ നിന്നും വിദ്യാർത്ഥികൾ തിരികെ മടങ്ങിയത്. Brilliant Study Center.
India's #1 coaching center for NEET and JEE.